രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസിൽ സംസ്ഥാനത്തെ കോൺഗ്രസും യുഡിഎഫും പ്രതിക്കൂട്ടിൽ. വിവാദത്തിന്റെ തുടക്കം മുതൽ രാഹുലിനെ പാർട്ടി സംരക്ഷിച്ചത് തിരിച്ചടിയായെന്ന് ഒരു വിഭാഗം നേതാക്കൾ. വനിതാ നേതാക്കളും മുതിർന്ന നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ്. കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കേസിൽ പരാതിയുണ്ടോ എന്നായിരുന്നു ഇതുവരെ നേതാക്കളുടെ ചോദ്യം. പാർട്ടി നടപടിയെടുത്തുവെന്ന് പരസ്യമായി പറഞ്ഞ ശേഷം രാഹുലിനെ നേതാക്കൾ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇര മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി. നേതാക്കളുടെ മറുപടിയിൽ തന്നെയുണ്ട് ഇതിലുള്ള അവ്യക്തത. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ല. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. This person has been suspended from our party. For a suspended person we cannot comment anything. But this is a very wrong thing what has happened. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും ആകാതെയുള്ള ഒളിച്ചോട്ടം. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടി. ഇര പരാതി നൽകിയിട്ട് പോലും മടിയില്ലാതെ പിന്തുണയ്ക്കുന്ന നേതാക്കളും യുഡിഎഫിൽ ഇപ്പോഴുമുണ്ട്. യുഡിഎഫ് കൺവീനർ തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ, പല കേസുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ. അതേസമയം വിവാദത്തിന്റെ തുടക്കം മുതൽ രാഹുലിനെ പാർട്ടി സംരക്ഷിച്ചത് തിരിച്ചടിയായെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. വനിതാ നേതാക്കളും മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ രാഹുൽ വിഷയം വലിയ തിരിച്ചടിയാണെന്നാണ് സാധാരണ പ്രവർത്തകരുടെയും വികാരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.